നമസ്കാരം രാജ്മോഹൻ സാർ. നമസ്കാരം. നമസ്കാരം പ്രേമൻ. നമസ്കാരം. നമ്മൾ ഈ പറയുന്ന പോലെ നടൻ ശ്രീനിവാസൻ, മലയാള സിനിമയിലെ കുഞ്ചൻ നമ്പ്യാർ. നടൻ ശ്രീനിവാസൻ ഇന്ന് രാവിലെയാണ് മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എറണാകുളം ടൗൺ ഹാളിലാണ് ഇപ്പോൾ ഉള്ളത്. ആ മണിക്കൂറുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നടൻ ശ്രീനിവാസനെക്കുറിച്ച് നമുക്ക് ചിലത് പറയാതെ പോകാൻ കഴിയില്ല. സാർ, സാറിൻ്റെ എന്താണ് നടൻ ശ്രീനിവാസൻ്റെ കൊമേഴ്സ്യൽ സിനിമകളെക്കുറിച്ച് ഒന്ന് ചുരുക്കി പറയാനുള്ളത്? കൊമേഴ്ഷ്യൽ സിനിമയും ആദർശ അല്ലെ ആശയപരമായി ഐഡിയോളജി പ്രചരിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന സിനിമയും തമ്മിലുള്ള വ്യത്യാസം, അന്തരം കുറച്ച് കൊണ്ടുവന്ന് മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ, മനുഷ്യന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഗൗരവമേറിയ ആശയങ്ങൾ അവതരിപ്പിക്കാവുന്ന കേരളത്തിന് അല്ലെ മലയാളത്തിന് ആദ്യം കാണിച്ചു തന്നയാൾ ഒരുപക്ഷെ ശ്രീനിവാസനായിരിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സാധാരണക്കാരായ ആൾക്കാർക്ക്, രാജാവും പട്ടാള ഭരണാധികാരിയും വലിയ മുതലാളിയും ഒന്നും അല്ലാതെ സാധാരണക്കാരെ മനുഷ്യന് കൂലിപ്പണിക്കാരായിട്ടും സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിട്ടും ട്രാൻസ്പോർട്ട് കണ്ടക്ടർമാരായിട്ടും കള്ളന്മാരായിട്ടും ഒക്കെ, സാധാരണ കള്ളന്മാരായിട്ടും ഒക്കെ നാടകത്തിൽ അല്ല സിനിമയിൽ അഭിനയിക്കാൻ പറ്റും എന്ന് കാണിച്ചു തന്നതും ശ്രീനിവാസനാണ്. പിന്നെ നമ്മൾ ഭംഗിവാക്കിന് പറയാറുണ്ട്, ബഹുമുഖ പ്രതിഭ എന്ന് പറയാറുണ്ട്. ശ്രീനിവാസനെക്കുറിച്ച് ശരിക്കും അത് പറയാം. വേണമെങ്കിൽ ചില കാര്യങ്ങൾ ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ, സൗന്ദര്യത്തിൻ്റെ പ്രശ്നങ്ങളും ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളും ശരീരത്തിൻ്റെ പ്രശ്നങ്ങളും മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ, തികച്ചും ഗ്ലാമറസ് ആയിരുന്ന കമലഹാസനൊപ്പം തന്നെ പല വേഷങ്ങൾ ചെയ്യാനും പല സിനിമാ രംഗത്തെ പല കാര്യങ്ങളും ഒരേ സമയം ചെയ്യാൻ കഴിയുമായിരുന്ന ഒരാളായിരുന്നു ശ്രീനിവാസൻ. അങ്ങനെ ഒരാളെ നമുക്ക് പകരം പറയാനില്ല. ഒരുപക്ഷെ കമലഹാസൻ്റെ സ്ത്രീ വേഷം ഒഴിച്ച് ബാക്കി എല്ലാം ശ്രീനിവാസൻ അഭിനയിച്ചിട്ടുണ്ടെന്നാണ്. സ്ത്രീ വേഷം ഒഴിച്ച് ബാക്കി ഒരുമാതിരി എല്ലാ വേഷങ്ങളും ശ്രീനിവാസൻ ചെയ്ത ചെറിയ രംഗങ്ങൾ പോലും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. അങ്ങനെ തങ്ങി നിൽക്കാനുള്ള കാരണം എന്താ? വടക്കുനോക്ക് യന്ത്രത്തിൽ ആ സ്റ്റുഡിയോയിൽ ചെന്ന് പൊക്കം കമ്പയർ ചെയ്ത് തളത്തിൽ ദിനേശൻ പൊക്കം കമ്പയർ ചെയ്തുകൊണ്ട് നിൽക്കുന്ന തളത്തിൽ ദിനേശനെ നമുക്ക് മറക്കാൻ പറ്റുമോ? അങ്ങനെ എത്രയെത്ര രംഗങ്ങൾ. ചന്ദ്രലേഖ സിനിമയ്ക്കകത്ത് മോഹൻലാലിനെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് പോകുന്ന സമയത്ത് പാൻറ്റിട്ടുണ്ടാണ് പോകുന്നത്. അപ്പോൾ പാൻറ്റ് ബെൽറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഷർട്ട് പൊക്കി കാണിക്കുമ്പോൾ കയറാണ് കിട്ടിയിരിക്കുന്നത്. ആ രംഗം നമുക്ക് മറക്കാൻ പറ്റില്ല. സിനിമ മറക്കാം, കഥ മറക്കാം, സന്ദേശത്തിൻ്റെ സഖാവ് അത് മറക്കുമോ നമ്മൾ? എത്ര അങ്ങനെ ഒത്തിരി രംഗങ്ങൾ. മറവത്തൂർ കനവിലെ മറക്കുമോ? മരുത് ഇതിനെ നമുക്ക് മറക്കാം. മറവത്തൂർ അങ്ങനെ അഭിനയിക്കാൻ സ്വയം നിന്നുകൊടുക്കാൻ തയ്യാറാവുകയാണ്. ശ്രീനിവാസൻ്റെ മറ്റുള്ളവർ ഇമേജ് നോക്കി, എൻ്റെ ദേഹത്ത് ഇടിയുള്ളോ, എന്നെ കൂടുതൽ ഇടിച്ച് തോപ്പിക്കാൻ പാടില്ല, എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണം, നാടോടിക്കാട്ടിലെ വിജയൻ ഇന്ന കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നതിന് പകരം ഏറ്റവും മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസ്യമാകുന്ന, മമ്മൂട്ടിക്ക് ഒരു പക്ഷേ മൃഗയോ അങ്ങനെ ഒന്നോ രണ്ടോ സിനിമയെ പറയാൻ കാണുള്ളൂ. മോഹൻലാലിനും അങ്ങനെ കാര്യമായിട്ടില്ല. ആദ്യകാലത്തെ കുറിച്ച് പിന്നില്ല. ഗ്ലാമറസ് അല്ലാത്ത വേഷങ്ങളിൽ കൂടെ അഭിനയിച്ച് നമ്മളെ മലയാളിയെ കൂടെ കൊണ്ടുനടന്ന ആളാണ്. അദ്ദേഹം ചെയ്ത സരോജ് കുമാർ ഇവിടുത്തെ പ്രധാനപ്പെട്ട നടന്മാരുടെ താരപരിവേഷത്തെ പൊളിച്ചെടുക്കുന്ന ഒരു സാധനമാണ്. ആ താരപരിവേഷം ഒന്നും ഇല്ലാതെ തന്നെ കാണികളെ ആകർഷിക്കാൻ പറ്റുമെന്നൂടെ എങ്ങനെ പറഞ്ഞു. പിന്നെ രണ്ടാമത് അങ്ങനെയുള്ള ഒരു മഹത്വം കാണുന്നത്, താൻ ഒരു ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൻ്റെ വിശ്വാസി ആയിരിക്കുമ്പോൾ പോലും തെറ്റ് എന്ന് തോന്നിയതിനെ എതിർക്കാൻ, അത് പലപ്പോഴും സറ്റയറിൻ്റെ രൂപത്തിൽ, സർക്കാസിൻ്റെ രൂപത്തിലായിരിക്കും, തെറ്റ് എന്ന് പോകുന്നതിനെ എതിർക്കാൻ അടിമയല്ലാത്ത ഒരു ഇടതുപക്ഷ ബുദ്ധിജീവിയായിരുന്നു. അടിമ സ്വഭാവം ഇല്ലാത്ത ഇടതുപക്ഷ ബുദ്ധിജീവിയായിരുന്നു എന്നുകൂടി വേണം പറയാം. ഇപ്പം സന്ദേശം സിനിമ കൊടുത്തൊരു പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ട് ഇന്നും അത് എല്ലാവരും ട്രോൾ ചെയ്യാൻ വേണ്ടി എടുക്കുന്നൊരു സാധനമാണ്. സന്ദേശ സിനിമയിൽ ഇങ്ങരുടെ ഡയലോഗ്, ജയറാമിൻ്റെ ശങ്കരാടി ഇതെല്ലാം കേൾക്കുന്നത്. ശങ്കരാടി ഡയലോഗ് ഒരിക്കലും മറക്കുകയില്ല. ഇങ്ങരുടെ സംശയം ചോദ്യം, എന്നിട്ട് രണ്ടുപേരും കൂടെ പരസ്പരം അമ്പലത്തിൽ പോകുന്നതിനെ പറ്റിയുള്ള തർക്കം. അമ്പലത്തിൽ പോകരുതെന്ന് ശങ്കരാടി ദിനേശനോട് പറയുമ്പോൾ സഖാവ് പോകാറില്ലെന്ന് ചോദിച്ചാൽ എന്നാൽ നീയും ആരും കാണാതെ പൊക്കോളാൻ പറയുകയാണ്. അതാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ അങ്ങനെ ഓരോ രംഗത്തുണ്ട്. അങ്ങനെ സാറിന് എടുത്തു പറയാൻ കൊമേഴ്സ്യൽ സിനിമകൾ നിരവധി ശ്രീനിവാസൻ്റെ കഥാപാത്രങ്ങളുണ്ട്. ചിന്താവൃത്തിയായ ശ്യാമള കഥയല്ലേ, ഏറ്റവും വലിയ കഥയല്ലേ. അമ്പലത്തിൽ ശബരിമലയ്ക്ക് പോയിട്ട് വന്നിട്ട് പിന്നെ സ്വാമിയും അയ്യപ്പനും ദൈവവും പൂജാരിയും ഒക്കെ ആകുന്ന ശ്രീനിവാസനാണ്. ആർക്കാ ചിരിക്കാതിരിക്കാൻ പറ്റില്ല? എന്നാൽ അതിലെ ഒരു കണ്ടന്റ് ഉണ്ട് അതിനകത്ത്. ഒന്നിലും അഡിക്റ്റായി കഴിഞ്ഞാൽ, അത് ഭക്തിയാണെങ്കിലും സിനിമയാണെങ്കിലും കലയാണെങ്കിലും ചീട്ടുകളിയാണെങ്കിലും എന്തിലെങ്കിലും അഡിക്റ്റായി പോയാൽ ഒരാളുടെ വ്യക്തിയുടെ ജീവിതം എങ്ങനെ പോകും? ഇവിടെ ശ്രീനിവാസൻ അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു, എന്തിനും അഡിക്റ്റ് ആകുന്നത്. ശ്രീനിവാസൻ ഒരു കള്ളുകൂടിയനായി മാറിയിരുന്നെങ്കിൽ ആ സിനിമയ്ക്ക് നമ്മൾ സ്ഥിരം കള്ളുകൂടിയനായിരുന്നു.
അല്ല സാർ, ഈ വടക്കുനോക്കി യന്ത്രത്തിലെ ഒരു ഗ്ലാസ് ബ്രാൻഡി എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. മറ്റേ ഇന്നസെന്റിന്റെ ഉപദേശപ്രകാരം പോയി ആ കടയിൽ ചെന്ന് ഒരു ഗ്ലാസ് ബ്രാൻഡി, ഒരു ഗ്ലാസ് ബ്രാൻഡി എന്ന് ഒരിക്കലും ഒരു ഒഴിച്ചു കൊടുക്കുന്ന ആള് ജീവിതത്തിൽ കേട്ടിട്ടില്ല. അത് കുടിയാൻ നോക്കാം. അതൊക്കെ ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റിന്റെ പ്രത്യേകത. അത് ശ്രീനിവാസനെ മാത്രം സഹായിക്കുന്ന കാര്യമാണ്. പിന്നെ ഏതായാലും സാർ, നമുക്ക് സംസാരിക്കാനെങ്കിൽ ഒരുപാടുണ്ട്. പ്രേമന് എന്തൊക്കെയാണ് പറയാനുള്ളത്? ചേട്ടാ, ഈ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിന്റെ സൃഷ്ടിയാണ്. കാരണം നമ്മുടെ ഈ ഒരു 2-3 പതിറ്റാണ്ട് മുമ്പ് നമ്മുടെ കേരളത്തിലെ സാമൂഹ്യ മണ്ഡലം അനുഭവിച്ചത് എന്തൊക്കെയാണോ അതിന്റെയൊക്കെ ഒരു പ്രതിനിധിയാണ് വാസ്തവത്തിൽ ശ്രീനിവാസൻ. തൊഴിലില്ലായ്മ, കടുത്ത രാഷ്ട്രീയ ബോധം അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധം, പിന്നെ ഈ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ എന്താ പറയുക പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന ബ്രാക്കറ്റിനകത്തിനുള്ളിൽ ഒഴിച്ചിടേണ്ട പല സംഗതികൾക്കും അത് അവതരിപ്പിക്കാൻ കേരളീയ സമൂഹം മുൻകാലങ്ങളിൽ അവകാശം തീരെഴുതി കൊടുത്തിരുന്ന ഒരു നടനായിരുന്നു അല്ലെങ്കിൽ എഴുത്തുകാരനായിരുന്നു ശ്രീനിവാസൻ. കാരണം സ്വന്തം ആകാരത്തെ അല്ലെങ്കിൽ സ്വന്തം നിറത്തെ അത് സ്വയം പരിഹാസ്യനാക്കിക്കൊണ്ട് നാട്ടുകാരെ ചിരിപ്പിക്കുക, അത് ശ്രീനിവാസന് മാത്രം വന്നൊരു സിദ്ധിയാണ്. അത് ഇന്നത്തെ കാലത്ത് അത്തരം ശ്രീനിവാസൻ കഥകൾ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം സ്വീകരിക്കപ്പെടുമെന്ന് അറിയില്ല. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും സമീപകാലത്ത് ശ്രീനിവാസന്റെ രചനകൾക്കൊന്നും അത്ര സ്വീകാര്യത കിട്ടാതെ പോയതിന്റെ കാരണം അത് തന്നെയാണ്. പക്ഷെ പഴയകാല ശ്രീനിവാസനെ നമുക്ക് ഓർക്കാം. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്കരെ 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 എന്ന് പറയുന്ന ഒരു സിനിമയില് ഒരു ഡയലോഗ് ഉണ്ട് പാർവതിയായിട്ട്. അല്ലെങ്കിലും കാണാൻ കൊള്ളാത്ത ചെറുപ്പക്കാരെയൊക്കെ നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്താണ് അതിന്റെ പ്രതിനിധിയായിട്ട് ശ്രീനിവാസൻ പറയുന്നത്. അതേപോലെ ഈ വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നമ്മൾ ധാരാളം ചർച്ച ചെയ്യുന്നത്. എന്തോ 89 മറ്റോ റിലീസായ ഒരു സിനിമയാണ്. അപ്പൊ അതിനുശേഷം ഏതാണ്ട് 10-12 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം മറ്റൊരു സിനിമയെ കുറിച്ച് ചിന്തിച്ചത്. അപ്പൊ ആ വടക്ക് നോക്കി യന്ത്രത്തില് ഒരു മായാമയൂരം എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. അത് സത്യനന്ദിക്കാട് ഒരു സംഭാഷണത്തിൽ പറയുന്നുണ്ട്. തന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പോലും ശ്രീനിവാസൻ അങ്ങനെ ഒരു ഗാനം ചിത്രീകരിക്കാൻ പോലും തയ്യാറായത്. കാര്യം ശ്രീനിവാസനിലെ അന്തർമുഖനായ ആ ഒരു നായകൻ അല്ലെങ്കിൽ സ്വയം അന്തർമുഖനായ ഒരു വ്യക്തി ഒരു ഗാനരംഗത്തിൽ പ്രണയരംഗത്തിൽ അഭിനയിക്കാൻ ഒട്ടും താല്പര്യപ്പെട്ടിരുന്നില്ല. അപ്പോ ഒരു ഗാനം അത് ആ സിനിമയുടെ സന്ദർഭത്തിന് അത് അത്യാവശ്യമാണ് എന്ന് സത്യനന്ദിക്കാട് നിർബന്ധിച്ചതിന്റെ പേരിലാണ് ആ വടക്ക് നോക്കി യന്ത്രത്തിലെ ഇന്നും ഹിറ്റായിട്ടുള്ള ഒരു പാട്ട് ഇപ്പോഴും ആ സിനിമയിൽ നമ്മൾ കാണുന്നത്. പക്ഷെ അതിൽ പോലും ശ്രീനിവാസന്റെ ചില എന്താ പറയുക ചില രംഗങ്ങൾ മാത്രമല്ല, അല്ലാണ്ട് പ്രണയരംഗങ്ങൾ ആ ഗാനത്തിലും ഇല്ല. ഇതേപോലെ നാടോടിക്കാറ്റ് സിനിമയില് ഒരു നൃത്തരംഗമുണ്ട്. അവിടെയും ശ്രീനിവാസൻ തന്റെ പരിമിതികൾ, തന്റെ ജാള്യത അത് മറച്ചു വെച്ചുകൊണ്ടാണ് ആ രംഗത്ത് അഭിനയിക്കുന്നത്. മറ്റേ കരകാണ കടലിലെ മേലെ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്. ഇപ്പൊ ശ്രീനിവാസൻ സ്വയം ധരിച്ചു വെച്ചിരുന്നു, അല്ലെങ്കിൽ തന്റെ പരിമിതികൾ ഇതാണ്, അത് നാട്ടുകാരോട് സ്വയം വിളിച്ചു പറഞ്ഞ് ഒരുപക്ഷെ കോമാളി വേഷം കെട്ടിയെന്ന് വേണമെങ്കിൽ പറയാം, തിരി കൊണ്ടുവരാൻ ശ്രമിച്ച ഒരാളാണ്. അപ്പൊ ആ ഗാനരംഗത്ത് മോഹൻലാൽ തകർത്ത് അഭിനയിച്ചു, എനിക്കത് പറ്റിയില്ല, അല്ലെങ്കിൽ എനിക്ക് നൃത്തം ചെയ്യാനൊന്നും താല്പര്യമില്ല. ഇതേ ശ്രീനിവാസൻ തന്നെ കുറെ കാലം കഴിഞ്ഞ് മേഘം എന്ന് പറയുന്ന സിനിമയില് നമ്മുടെ മമ്മൂട്ടിയെ സൈഡാക്കിക്കൊണ്ട് രജനീകാന്തിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു തകർപ്പൻ ഡാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ അദ്ദേഹത്തിന്റെ നമുക്ക് ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സംവിധായകനെ നമ്മൾ പരമാവധി ചൂഷണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആകെ 2 സിനിമകളെ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളത്. അതും സൂപ്പർ ഹിറ്റ്. ഇന്നും റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ എന്നൊക്കെ പറയുന്നത് ആ 2 സിനിമ ശ്രീനിവാസൻ സംവിധാനം ചെയ്തിട്ട്, അതല്ലെ വടക്ക് നോക്കി യന്ത്രവും ചിന്താവിഷ്ടയായ ശ്യാമളയും. അതിനുശേഷം എന്തുകൊണ്ട് അദ്ദേഹം ഈ സജീവമായ നിരവധി തിരക്കഥകൾ സൃഷ്ടിച്ചെങ്കിലും ഒരു തിരക്കഥ എഴുതുന്നയാൾക്ക് സംവിധാനം ചെയ്യാൻ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അദ്ദേഹം എന്തുകൊണ്ടോ സിനിമ സംവിധാനം ചെയ്യാനായിട്ട് പിന്നീട്, പക്ഷെ അദ്ദേഹത്തിന്റെ മക്കള് ആ ഒരു വിടവ് നികത്തുന്നുണ്ട്, അത് നമ്മൾ പറയാതിരിക്കുക വയ്യ. അപ്പോ ഈ ശ്രീനിവാസന്റെ ആ കാര്യം കൂടി പറയണം. ഇപ്പൊ ഈ എന്താ പറയാ ഈ പിന്തുടർച്ച അവകാശം മലയാള സിനിമയിലുണ്ടല്ലോ, നിരവധി താരപുത്രന്മാർ. അവിടെ പോലും സ്വന്തം മക്കളെ തന്റെ മേൽവിലാസത്തിന്റെ കീഴിൽ ഒരു സിനിമാ മേഖലയിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ച ഒരാളല്ല ശ്രീനിവാസൻ. അത് അദ്ദേഹം പല തവണ പറഞ്ഞിട്ടുമുണ്ട്. എന്റെ ഒരു ഓർമ്മ അത് ശരിയാണെങ്കിൽ എങ്ങനെ തന്നെ പറയാം, ഈ ഉദയനാണ് താരം അത് ഒരു സിനിമയില് ശ്രീനിവാസൻ അഭിനയിക്കുന്ന ഒരു ഗാനരംഗത്തിൽ അത് പാടിയിരിക്കുന്നത് വിനീത് ശ്രീനിവാസനാണ്. മറ്റേ കരളെ കരളിന്റെ കരളെ. അപ്പൊ അതിന്റെ വേണ്ടി ശ്രീനിവാസനെ സെലക്ട് ചെയ്തപ്പോ എന്റെ മകനായതുകൊണ്ട് മാത്രം ആ ഒരു പരിഗണന കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ ഒരാൾ കൂടിയാണ് ശ്രീനിവാസൻ. അപ്പോ അത്തരത്തിൽ ഒരുപാട് മൂല്യബോധങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരാളാണ്. പിന്നെ എന്തും എവിടെയും വെട്ടിത്തുറന്നു പറയാൻ മലയാളി സമൂഹം ലൈസൻസ് കൊടുത്തിരുന്ന ഒരേ ഒരാൾ അത് ശ്രീനിവാസനാണ്. അതായത് ഇടക്കാലത്ത് അദ്ദേഹത്തിന് സിനിമാ സൗഹൃദങ്ങളിൽ പോലും വലിയ വിള്ളൽ വീഴ്ത്തിയിരുന്നു. ഇപ്പോ
നമ്മുടെ ഉദയനാണ് താരം, അതിന്റെ പിന്നാലെ വന്ന ഡോക്ടർ പത്മശ്രീ സരോജ് കുമാർ. പക്ഷെ അതൊക്കെ ഇപ്പോ തെലുങ്ക് താരം ബാലയ്യ എന്ന് പറയുന്ന സൂപ്പർ താരത്തെ പോലും ആ സിനിമയിൽ ട്രോളിയിട്ടുണ്ട്. പക്ഷെ മലയാളി സമൂഹത്തിന് അന്ന് ബാലയ്യയെ അത്ര സുപരിചിതമായിരുന്നില്ല. പക്ഷെ പിന്നീടാണ് അത് അദ്ദേഹത്തെയാണ് പറഞ്ഞത്, നമ്മുടെ മമ്മൂട്ടിയോ മോഹൻലാലിനെയോ അല്ല. ഇപ്പൊ കല്ലേൽ സൂപ്പർ താരം കല്ലേൽ കാലെടുത്ത് വെക്കുമ്പോൾ തീ തെറിച്ചുകൂടെ എന്ന് പറയുന്ന തെലുങ്ക് സൂപ്പർ താരത്തെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ എന്തുകൊണ്ടോ അത് അന്ന് ഈ ഫാൻ ഫൈറ്റ് വളരെ വലുതായിരുന്നു. മമ്മൂട്ടി മോഹൻലാൽ എന്ന രണ്ട് ധ്രുവങ്ങളുടെ കീഴിൽ ഇവിടെ ആരാധക സമൂഹം വേർപിരിഞ്ഞ് നിന്നൊരു സമയത്ത് ശ്രീനിവാസൻ അങ്ങനെ ഒരു സിനിമ കൊണ്ടുവന്നപ്പോ വലിയ രീതിയിൽ വികാരം വ്രണപ്പെട്ട് കാണും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പിന്നീട് ആ രണ്ട് സിനിമകൾ വന്നതിന് ശേഷം മലയാള സിനിമയുടെ പൊതു ഇടങ്ങളിൽ അദ്ദേഹം മാറ്റി നിർത്തപ്പെട്ട രീതിയിൽ വന്നത്. പക്ഷേ ദൗർഭാഗ്യകരമായിട്ട് അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രതിസന്ധികളും ഉണ്ടായി. അതും കൂടി ഒരു കാരണമായി. പിന്നെ കാലത്തിന്റെ ഒരു കാവ്യനീതി എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിനും പിന്നീട് അദ്ദേഹത്തിനെ വീണ്ടും സുഹൃത്ത് വലയങ്ങളിലേക്ക് ആ ആരോഗ്യ പരിമിതികൾക്കുള്ളിൽ പോലും അദ്ദേഹത്തെ കൈപിടിച്ചു കൊണ്ടുവരുന്നത് കണ്ടു. ഏതായാലും ശ്രീനിവാസൻ കുറച്ചു കാലം കൂടി ഇപ്പൊ 67-ാമത്തെ വയസ്സിൽ, അല്ലെങ്കിൽ 67 അതോ 69 ഓർക്കുന്നില്ല, 69 അതെ, അദ്ദേഹം വിട പറയും. ഇനിയും വലിയ സംഭാവനകൾ മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ മലയാള രചനാശാലയ്ക്ക് നൽകാൻ എന്തുകൊണ്ടും ഒരു കാലിബറുള്ള ഒരു എഴുത്തുകാരനോ നടനോ സംവിധായകനോ ഒക്കെ ആയിരുന്നു. ഒരു രംഗവും കൂടി പറയാം. സിനിമകളിൽ നമ്മൾ ഒരു ഹാസ്യ കഥാപാത്രമായിട്ടോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ റോൾ, പക്ഷെ അദ്ദേഹത്തിലെ നടനെ അടയാളപ്പെടുത്തിയ ഒറ്റ സീനുണ്ട്, അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് സീൻ എന്ന് എനിക്ക് തോന്നുന്നത് അതാണ്. ഈ കാലാപാനി എന്ന് പറയുന്ന സിനിമയില് അമരേഷ് പുരിയാണ് എതിർ നിൽക്കുന്നത്. അമരേഷ് പുരി ശ്രീനിവാസന്റെ നേരെ നെറ്റിക്ക് നേരെ തോപ്പു ചൂണ്ടുന്ന ഒരു രംഗമുണ്ട്. ഒരേ സമയം ഭയവും അയാളോടുള്ള പുച്ഛവും ഒറ്റ രംഗത്ത്. എനിക്ക് തോന്നുന്നു ശ്രീനിവാസൻ അല്ലാണ്ട് ലോക സിനിമയിൽ ആ ഒരു രംഗത്ത് അഭിനയിക്കാൻ വേറെ ആർക്കും സാധിക്കില്ല, അത് നിസ്സംശയം പറയാം. ആ ഒരു ഒറ്റ രംഗം കൊണ്ട് ശ്രീനിവാസൻ എന്ന നടനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് കാലാതീതമായി നമ്മുടെ മുമ്പിൽ ഉണ്ടാകും എന്ന് പറയാം. എനിക്ക് ഇതിൽ പ്രേമ തോന്നിയത്, സിനിമയിൽ അദ്ദേഹം വരുന്ന അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അഭിനയം പഠിച്ചതായിട്ടാണ് നമ്മുടെ അറിവിൽ. അദ്ദേഹം ഈ പറഞ്ഞ തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നാടകാഭിനയം പഠിക്കണമെന്ന് കരുതിയ ആളാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രജനീകാന്ത് എന്ന വലിയ നടനോടൊപ്പമാണ് അദ്ദേഹം പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്കുള്ള വരവ് 1977 പി എ ബക്കറിൻ്റെ മണിമുഴക്കം എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ്. അദ്ദേഹം നമ്മളെ ചിരിച്ചും ചിന്തിപ്പിച്ചുമാണ് ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ രാജ്മോഹൻ സാറ് സംസാരിച്ച പോലെ, പ്രേം സംസാരിച്ച പോലെ, സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ ഇതാണ്, സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ ഇതാണെന്ന് വെള്ളിത്തിരയിൽ നമ്മൾ ചിരിക്കുന്നത്, നമ്മുടെ വേദനകൾ വെള്ളിത്തിരയിൽ അദ്ദേഹം എഴുതിയത് കണ്ടാണ് നമ്മൾ ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളാണ് അദ്ദേഹം എഴുതിയിരുന്നത്. 1956 അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തിന് ഇപ്പോൾ 69 വയസ്സായിരുന്നു. 1956 ഏപ്രിൽ 4 അദ്ദേഹം ജനിച്ചത്. വടക്ക് നോക്ക് യന്ത്രവും ചിന്താവിഷ്ട ശ്യാമളയുമാണ് അദ്ദേഹം സംവിധാനം ചെയ്തത്. പ്രേം പറഞ്ഞ പോലെ അദ്ദേഹത്തിലെ സംവിധായകനെ നമുക്ക് അങ്ങനെ വിനിയോഗിക്കാൻ നമുക്കങ്ങനെ കിട്ടിയിട്ടില്ല. പിന്നെ ലാൽ ജോസിനെ പോലെയുള്ള സംവിധായകനെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നതിന് അദ്ദേഹത്തിൻ്റെ തിരക്കഥയിലാണ് ഈ ഒരു മറവത്തൂർ കനവ് എന്ന സിനിമ വരുന്നത്. റോഷൻ ആൻഡ്രൂസ് എന്ന് പറയുന്ന ഒരു അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന സംവിധായകനാണ് ഉദയനാണ് താരം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ചെലവ് കൂടിയ രീതിയിൽ വന്ന, അതായത് മലയാള സിനിമയിൽ നല്ല ഒരു ബിഗ് ബഡ്ജറ്റ് പോലെയുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത ശ്രീനിവാസൻ്റെ തിരക്കഥയിൽ വന്ന ഉദയനാണ് താരം. പിന്നെ ഇങ്ങനെ പറയുമ്പോൾ നടൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ, ഇങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭ തന്നെയായിരുന്നു ശ്രീനിവാസൻ. നമ്മൾ തുടക്കത്തിൽ പ്രേമിനൊക്കെ ഓർമ്മയുണ്ടോ എന്നറിയില്ല, രാജ്മോഹൻ സാറിന് അറിയാമായിരിക്കും. അതായത് അദ്ദേഹം അരവിന്ദൻ്റെ സിനിമകളിലും, അതായത് കൊമേഴ്സ്യൽ സിനിമയുടെ ഭാഗമായി മാറുന്നതിന് മുമ്പ് അദ്ദേഹം നിരവധി നമ്മൾ മധ്യവർത്തി സിനിമ എന്നൊക്കെ പറയുമായിരുന്നു. അവാർഡ് സിനിമകൾ, മധ്യവർത്തി സിനിമകൾ. കെ ജി ജോർജിന്റെ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കെ ജി ജോർജിന്റെ മേളം എന്ന സിനിമയിൽ ഒരു വേള മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മേളത്തിൽ അവസരം വാങ്ങി തന്നത് ശ്രീനിവാസനാണ് എനിക്ക് അവസരം വാങ്ങി തന്നത്. അങ്ങനെ എത്രയെങ്കിലും വർഷം അദ്ദേഹം ഈ പറയുന്ന കൊമേഴ്സ്യൽ സിനിമയുടെ ഭാഗമല്ലാതെ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ എടുത്തു പറയത്തക്ക സിനിമകളാണ് പഞ്ചവടിപ്പാലം, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, ഈ പറയുന്ന മേളം എന്ന സിനിമ. പിന്നീട് അദ്ദേഹം കൊമേഴ്സ്യൽ സിനിമയുടെ വക്താവായത് പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്ന് പറയുന്ന സിനിമയ്ക്ക് പ്രിയദർശന് വേണ്ടി തിരക്കഥ എഴുതുമ്പോഴാണ്.
ഇതിൽ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം. അതായത് അദ്ദേഹം വെള്ളാനകളുടെ നാട് എന്നൊരു സിനിമ പ്രിയദർശൻ സംവിധാനം ചെയ്യാൻ പോയപ്പോൾ പ്രിയദർശന് സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ ഒരു ഓൺലൈൻ പോലും ശ്രീനിവാസൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സെറ്റിൽ ഇങ്ങനെ അവർ ഓരോ സീന് എടുത്തു കഴിയുമ്പോഴും ഏതോ ഒരു ഇരുന്ന് എഴുതാൻ പോലും സൗകര്യമില്ലാത്ത ഒരിടത്തിരുന്ന് ശ്രീനിവാസൻ അടുത്ത സീനുകൾ ഇങ്ങനെ എഴുതി കൊടുക്കുകയായിരുന്നു. അപ്പോൾ സംവിധായകർക്ക് ശ്രീനിവാസൻ എന്ന് പറയുന്ന തിരക്കഥാകൃത്ത്, പ്രിയദർശൻ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന സംവിധായകനാണ്. സത്യനന്ദിക്കാട് ഇന്ത്യയിൽ മലയാള സിനിമയിൽ അറിയപ്പെടുന്ന സംവിധായകനാണ്. അവർക്കൊക്കെ തന്നെ ശ്രീനിവാസൻ എന്ന് പറയുന്ന തിരക്കഥാകൃത്തിനെ ഇപ്പം കമല് മലയാള സിനിമയിലെ കൊമേഴ്സ്യൽ സിനിമയുടെ വക്താക്കളായ കമല്, സത്യനന്ദിക്കാട്, ഈ പറയുന്ന നമ്മുടെ ആരാണ് മറ്റു ഒരുപാട് സംവിധായകർ, ഇപ്പോൾ ഇവർക്കൊക്കെ തന്നെ അദ്ദേഹം നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുണ്ട്. ഇപ്പോൾ അല്പം മുമ്പ് സംസാരിക്കുമ്പോൾ സത്യനന്ദിക്കാട് സംസാരിച്ച് അദ്ദേഹത്തിന് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ വിതുമ്പിക്കൊണ്ടാണ് അദ്ദേഹം പോയത്. പിന്നെ നിരവധി സിനിമകളുടെ ഭാഗവാക്കായി അദ്ദേഹം പടം നിർമ്മിക്കുകയും മുകേഷിനൊപ്പം സിനിമ നിർമ്മിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ വിമല ടീച്ചറാണ്. അദ്ദേഹത്തിൻ്റെ 2 മക്കളും സിനിമയിലുണ്ട്, ധ്യാനും വിനീതും. ഏതായാലും 1991 സന്ദേശം എന്ന സിനിമ അദ്ദേഹം എഴുതി എന്നുണ്ടെങ്കിൽ അത് ഇന്നും മലയാള സിനിമയിൽ വളരെ വളരെ ഒരു എന്താ പറയുക, എന്നും സംസാരിക്കാവുന്ന ഒരുപിടി കഥാപാത്രങ്ങൾ. ഏതായാലും നമുക്ക് പിന്നെ പൊന്മുട്ടയിടുന്ന താറാവിലെ തട്ടാൻ, അത് നമുക്ക് മറക്കാൻ കഴിയില്ല. അങ്ങനെ നിരവധി, ദാസനെയും വിജയനെയും മറക്കാൻ കഴിയില്ല. ഇങ്ങനെ നിരവധി സിനിമകൾ, സത്യനന്ദിക്കാടും കമലും പ്രിയദർശനും, ഇങ്ങനെ നിരവധി സംവിധായകർക്ക് തിരക്കഥ എഴുതിയ ശ്രീനിവാസൻ മലയാള സിനിമയിലെ കുഞ്ചൻ നമ്പ്യാർ തന്നെയായിരുന്നു ഹാസ്യ. അദ്ദേഹം ഇപ്പോൾ പ്രേം പറഞ്ഞ പോലെ അദ്ദേഹം ഈ സൗഹൃദങ്ങളിൽ അദ്ദേഹം എന്ത് വെട്ടിത്തുറന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിലും മമ്മൂട്ടിക്ക്, സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിക്കോ മോഹൻലാലിനോ മുകേഷിനോ അദ്ദേഹത്തോട് ഒരിക്കലും വിരോധമുണ്ടായിട്ടില്ല. അങ്ങനെ വിരോധമുണ്ടായ ഒരു വാർത്തകൾ നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് അവർ തന്നെ ഇന്നിപ്പോൾ തുറന്ന് പറയുന്നുണ്ട്. ഏതായാലും മലയാള സിനിമയിലെ അദ്ദേഹം എന്ന തിരക്കഥാകൃത്തിനെ, സംവിധായകനെ, നടനെ നഷ്ടമാകുന്നത് വലിയ ഒരു നഷ്ടം തന്നെയാണ്. ഇവർ 69 വയസ്സ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വയസ്സല്ല. അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് നിരവധി നർമ്മം ഒരു വേള ചിലപ്പോൾ പ്രേം പറഞ്ഞ പോലെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാസ്യാത്മകത ഇഷ്ടപ്പെടാതെ പോയ ഒരു സമയമുണ്ടെങ്കിൽ മറിച്ച് ചിന്തിക്കുന്ന ഒരു സമയം നമുക്ക് ഉണ്ടാകുമായിരുന്നു. ഞാൻ പ്രകാശനായിരുന്നു അദ്ദേഹം അവസാനം തിരക്കഥ എഴുതിയ ചിത്രം. ഏതായാലും മലയാള സിനിമയ്ക്ക് ഒരു തീരാനഷ്ടം തന്നെയാണ് ശ്രീനിവാസൻ്റെ മരണം. ഇനിയും പറയാനാണെങ്കിൽ നമുക്ക് നിരവധി പറയാനുണ്ട്. നമുക്ക് തുടർന്നും മറ്റേതെങ്കിലും സംസാരത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. നന്ദി രണ്ടുപേർക്കും.